ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രയാസപ്പെടാൻ ഒന്നും തന്നെ ഇല്ല, നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വായിച്ചു നോക്കിയേ. എ പോയിന്റ് സോഴ്സ് ദാറ്റ് എമിറ്റ്സ് വേവ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ് പ്രൊഡ്യൂസസ് വേവ് ഫ്രണ്ട്സ്. പോയിന്റ് സോഴ്സ് എമിറ്റ്സ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. അപ്പോൾ ആൻസർ ഏതാ? സ്ഫെറിക്കൽ എന്നാണ്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സി ആണ് അതിൻ്റെ ആൻസർ. പ്രയാസമൊന്നുമില്ല, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോവാം. എ മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. ലൈറ്റ് ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കയറി. ആസ് എ റിസൾട്ട് ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കയറുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി കൂടും. സോ വെലോസിറ്റി ഇൻക്രീസസ്. അപ്പോൾ ആൻസർ ഏതാ? ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, വെലോസിറ്റി ഇൻക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In Young's double slit experiment, a student observes 8 fringes in a certain segment of a screen when monochromatic light of 600 nanometer wavelength is used. ഒരു സ്റ്റുഡൻറ്റ് യങ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അയാൾ യൂസ് ചെയ്തത് 600 നാനോമീറ്റർ വേവ് ലെന്തുള്ള ലൈറ്റാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു പർട്ടിക്കുലർ പാർട്ടിൽ, സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ 8 ഫ്രിഞ്ചസ് കിട്ടി. ഓക്കെ, ഇനി ഇഫ് ദ വേവ് ലെങ്ത് ഈസ് ചേഞ്ച്ഡ് ടു 400 നാനോമീറ്റർ, വേവ് ലെന്ത് 400 നാനോമീറ്റർ ആക്കി മാറ്റിയപ്പോൾ ദ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഇൻ ദ സെയിം റീജിയൻ, അതേ റീജിയനിൽ എത്ര ഫ്രിഞ്ചസ് ഉണ്ടാവും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ എക്സ് ഡിസ്റ്റൻസിലാണ് ഈ ഇത്രയും ഫ്രിഞ്ചസ് ഉണ്ടായത്, 8 ഫ്രിഞ്ചസ് ഉണ്ടായതെന്ന് വയ്ക്കുക. അടുത്ത കേസിലും അതേ എക്സ് ഡിസ്റ്റൻസിൽ തന്നെയാണ് എത്ര ഫ്രിഞ്ചസ് ഉണ്ടാകാൻ പോകുന്നത്? എൻ ഫ്രിഞ്ചസ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുക. ആ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. നമുക്ക് ഫ്രിഞ്ചസ് കിട്ടണം അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എൻ ലാംഡ ഡി ബൈ ഡി എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും എക്സിൻ്റെ വാല്യൂ സെയിം ആണ്. രണ്ടിലും ഡിയും സെയിം ആണ്. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ എൻ ലാംഡ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. എൻ ലാംഡ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ എഴുതിയാൽ, നമ്മൾ രണ്ട് കേസ് ഉള്ളതുകൊണ്ട് n1 ലാംഡ 1 ഈസ് ഈക്വൽ ടു n2 ലാംഡ 2 എന്ന് എഴുതാം. നമ്മുടെ ഇവിടെ n2 ആണ് ചോദ്യം. എന്താണ്? n1 ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 2 എന്നാണ്. അപ്പോൾ നമുക്കിതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ കേസിൽ n1 എന്ന് പറയുന്നത് 8 ആണ്, അടുത്തത് 600 ആണ്, അടുത്തത് ലാംഡ 2ൻ്റെ ആൻസർ 400 ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുക്കുമ്പോൾ 12 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഒരു പ്രയാസമില്ല, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കൊഹറൻറ്റ് സോഴ്സസ് ഈസ് ഹാവ്ഡ് ആൻഡ് ഡിസ്റ്റൻസ് ടു ദ സ്ക്രീൻ ഈസ് ഡബിൾഡ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടും എഴുതാം. എന്താണ്? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സോഴ്സസ് ഈസ് ഹാവ്ഡ്. ഡി എന്താക്കി മാറ്റി? ഡി ബൈ 2 ആക്കി. ഡിസ്റ്റൻസ് ടു ദ സ്ക്രീൻ ഈസ് ഡബിൾഡ്. ഓക്കെ, ദെൻ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാവും? ബാൻഡ് വിഡ്ത്ത് എത്രയാവും? ബാൻഡ് വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ലാംഡ ഡി ബൈ ഡി എന്നാണ്. പുതിയ ബാൻഡ് വിഡ്ത്ത് പറയൂ. ലാംഡയ്ക്ക് മാറ്റമില്ല എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഡി 2D ആണ്, സ്മോൾ ഡി ഡി ബൈ 2 ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? 4 ലാംഡ ഡി ബൈ ഡി എന്ന് വരും. അതായത് 4 ബീറ്റ എന്ന് വരും. അപ്പോൾ ആൻസർ ഏതാ? 4 ടൈംസ് കൂടുമെന്നല്ലേ? അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. പ്രയാസമുണ്ടോ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. ഇൻ യങ്സ് എക്സ്പെരിമെൻറ്റ്, വെൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 400 നാനോമീറ്റർ വാസ് യൂസ്ഡ്, ദ ആംഗുലർ വിഡ്ത്ത് ഓഫ് ഫസ്റ്റ് മിനിമം ഓൺ ദ സ്ക്രീൻ 1 മീറ്റർ അവേ വാസ് ഫൗണ്ട് ടു ബി 0.2 ഡിഗ്രി. യങ്സ് എക്സ്പെരിമെൻ്റ് ആണ്. 400 നാനോമീറ്റർ ഉപയോഗിച്ച് ചെയ്തു. 1 മീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ക്രീനിൽ ഒരു എന്താണ് ഡാർക്കാണ് ഉണ്ടായത്. അതിൻ്റെ ആംഗുലാർ വിഡ്ത്ത് 0.2 ആണ്, 0.2 ഡിഗ്രി. വാട്ട് വിൽ ബി ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ഫസ്റ്റ് മിനിമം ഇഫ് ദ എൻറ്റയർ സെറ്റപ്പ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ? മൊത്തം സെറ്റപ്പും ലിക്വിഡിൽ മുക്കിയാൽ ആംഗുലാർ വിഡ്ത്ത്, ന്യൂ ആംഗുലാർ വിഡ്ത്ത് എത്രയായിട്ട് മാറും? പഴയ ആംഗുലാർ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് മാറും. നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ 0.2 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 × 0.2 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആൻസർ 0.15 എന്ന് വരും. 0.15 എന്ന ആൻസർ കിട്ടും. പ്രയാസമുണ്ടോ? അപ്പോൾ 0.15 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ.
പ്രയാസമില്ലല്ലോ, എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 slits are separated by distance 0.5 millimeter. 2 slits തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 millimeter. 0.5 into 10⁻³ meter. Illuminated by light of wavelength 6000 angstrom. അപ്പോൾ ലാംഡയുടെ വാല്യൂ 6000 into 10⁻⁻10 meter. If the screen is at 2.5 meter distance, അപ്പോൾ സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് 2.5 meter ആണ്. ഡിസ്റ്റൻസ് ഓഫ് തേർഡ് ബ്രൈറ്റ്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3, അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? ഇത് സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n ലാംഡ d/d എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിൻ്റെ വാല്യൂ 3, ലാംഡയുടെ ആൻസർ 6000 into 10⁻⁻10, ഡിയുടെ വാല്യൂ 2.5 ഡിവൈഡഡ് ബൈ സ്മോൾ ഡിയുടെ ആൻസർ 0.5 into 10⁻⁻3. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആൻസർ 9 into 10⁻⁻3 meter എന്ന് വരും. എന്ന് പറഞ്ഞാൽ 9 millimeter. എളുപ്പമല്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത്, ഇൻ യങ്സ് എക്സ്പെരിമെൻറ്റ് ദ സെപ്പറേഷൻ ഡി ബിറ്റ്വീൻ ദ slits ഈസ് 2 millimeter. അപ്പോൾ ഡിയുടെ ആൻസർ 2 millimeter. 2 into 10⁻⁻3 meter. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് 5896 ആങ്സ്ട്രോം. അപ്പോൾ ലാംഡയുടെ വാല്യൂ 5896 into 10⁻⁻10 meter. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ, ഡിയുടെ വാല്യൂ 100 centimeter എന്ന് പറഞ്ഞാൽ 1 meter. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ഫ്രിഞ്ചസ്, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് 0.20 degree ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഇൻക്രീസ് ദ ആംഗുലാർ, അപ്പോൾ ഇപ്പോഴ് ആംഗുലാർ വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്ന് പറയണം. λ/d എന്നാണ്. അപ്പോൾ λ/dയുടെ ആൻസർ തന്നിട്ടുണ്ട് 0.20 degree. ഇക്വേഷൻ നമ്പർ 1 എന്നിരിക്കട്ടെ. ഇനി ആംഗുലാർ വിഡ്ത്ത് 0.21 degree ആക്കണമെന്നാണ് ക്വസ്റ്റൻ അത് കിടക്കുന്നത് അല്ലേ? ഇനി എന്താണ് സെപ്പറേഷൻ എത്രയായിട്ട് മാറണം? സ്മോൾ ഡി എത്രയായിട്ട് മാറണം? അപ്പോൾ സെക്കൻഡ് കേസിൽ ലാംഡയ്ക്ക് മാറ്റമില്ല എന്ന് ക്വസ്റ്റനകത്തുണ്ട്. ഡി നമുക്ക് d' എന്ന് വിളിക്കാം. ഇത് 0.21 degree എന്നാണ്. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. 1 divided by 2 എന്ന് നോക്കാം. അപ്പോൾ λ/d ഡിവൈഡഡ് ബൈ അടുത്തത്, അപ്പോൾ ഇൻറ്റു d' ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 0.20 ഡിവൈഡഡ് ബൈ 0.21 എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ ലാംഡ ക്യാൻസൽ ആവും. അപ്പോൾ ഈ d' ഈസ് ഈക്വൽ ടു d ഇൻറ്റു 0.20 ഡിവൈഡഡ് ബൈ 0.21 എന്നായി അല്ലേ? ഇനി ഡിയുടെ വാല്യൂ എത്രയെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 10⁻⁻3 ബാക്കി ഇൻറ്റു 0.20 ഡിവൈഡ് ബൈ 0.21 എന്നാണ്. അപ്പോൾ ആൻസർ ഇതാ നമുക്ക് കിട്ടും. എത്ര വരുന്നത്? 1.9 into 10⁻⁻3 മീറ്റർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1.9 millimeter അല്ലേ? ഓപ്ഷൻ കിട്ടിയില്ലേ? അപ്പോൾ 1.9 millimeter എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇതും പ്രയാസമുള്ള ക്വസ്റ്റൻ അല്ല. അടുത്തിലേക്ക് പോകണേ ഞാൻ. അടുത്ത ക്വസ്റ്റൻ വായിക്കൂ. ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ഫിലിം in the path of one of the two interfering beam, the central beam will shift by 1 fringe width എന്നാണ് ക്വസ്റ്റനകത്ത് പറയുന്നത്. mu equal to 1.5 thickness of the film is എന്നാണ്. അപ്പം നമ്മൾ പഠിച്ചതല്ല, നമ്മൾ യങ്സ് എക്സ്പെരിമെൻ്റ് അറിയാം. യങ്സ് എക്സ്പെരിമെൻറ്റിൽ 2 സ്ലിറ്റിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു, സെൻട്രൽ ബ്രൈറ്റിനെയൊക്കെ നമുക്കറിയാം. ഇനി ഈ 2 സ്ലിറ്റിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഇതിൽ ഒരു സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ഫിലിം എടുത്തു വെച്ചു. ഓക്കെ, എടുത്തു വെച്ചപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ ബ്രൈറ്റ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ബീറ്റ ഡിസ്റ്റൻസ് മാറിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റനകത്ത് പറയുന്നത്. ഒന്നുകൂടെ, യങ്സ് എക്സ്പെരിമെൻ്റ് ആണ്. അതിനകത്ത് 2 സ്ലിറ്റിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നുണ്ട്. ഓക്കെയാണ്. ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ഫിലിം എടുത്തു വെച്ചപ്പോൾ നമ്മുടെ സെൻട്രൽ ബ്രൈറ്റ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ബീറ്റ മാറി, അത്രയും ഡിസ്റ്റൻസ് മാറി കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് തിക്നെസ് ഓഫ് ദ ഫിലിം? ആ ഫിലിമിൻ്റെ തിക്നെസ് എത്ര? ഇത് നമ്മൾ പഠിച്ചതല്ല. അപ്പോൾ ഒരു പുതിയ ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ആ ഇക്വേഷൻ ഇതാണ്. mu - 1 into t ഈസ് ഈക്വൽ ടു n ലാംഡ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ ടി എന്ന് പറയുന്നത് നമ്മുടെ ഫിലിമിൻ്റെ തിക്നെസ് തന്നെ. ഓക്കെ, ഇനി ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഷിഫ്റ്റഡ് ആണ്. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഷിഫ്റ്റഡ് ആണ്. എത്ര ഷിഫ്റ്റ് ഉണ്ടായി, എത്ര ഫ്രിഞ്ച് മാറി. ഇവിടെ ഒരു
ഫ്രിഞ്ചല്ലേ മാറിയുള്ളൂ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പം മ്യൂ നമുക്ക് ടി ആണ് കാണേണ്ടത്. ടി ഈസ് ഈക്വൽ ടു എൻ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് 1 എന്ന് വരും. എന്നിൻ്റെ വാല്യൂ 1 ആണ്. ലാംഡ തന്നെ ഡിവൈഡഡ് ബൈ 1.5 മൈനസ് 1. അപ്പോൾ ആൻസർ ലാംഡ ബൈ 0.5. 0.5 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 2 ലാംഡ എന്നായി. ഇത് ആൻസർ സി ആണ്. നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഒരു പുതിയ ഇക്വേഷൻ എന്താണ്? മ്യൂ മൈനസ് 1 ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എൻ ലാംഡ. എൻ എന്ന് പറയുന്നത് ആ സെൻട്രൽ ബാൻഡിന് എത്ര ഷിഫ്റ്റ് ഉണ്ടായി, എത്ര ഫ്രിഞ്ചസ് മാറി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രിഞ്ച് മാറി എന്നാണ് പറഞ്ഞിരുന്നത്, ഒരു ബീറ്റ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 1 ഇടുക, തിക്നെസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ കൊണ്ടുവെക്കും. നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. യങ്സ് എക്സ്പെരിമെൻറ്റ് ഈസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ എയർ ആൻഡ് ദെൻ ഇൻ മീഡിയം അതർ ദാൻ എയർ. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതാം. ആദ്യം എയറിലെ കാര്യം, പിന്നെ മീഡിയത്തിലെ കാര്യം. യങ്സ് എക്സ്പെരിമെൻറ്റ് എയറിൽ വെച്ചും ചെയ്തു, മീഡിയത്തിൽ വെച്ചും ചെയ്തു. 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻ മീഡിയം ലൈസ് വെയർ 5th ഡാർക്ക് ഫ്രിഞ്ച് ലൈസ് ഇൻ എയർ എന്നാണ്. എന്താണ്? നമ്മുടെ മീഡിയത്തിൽ വെച്ച് ചെയ്തു, പിന്നെ എയറിൽ വെച്ചും ചെയ്തു. എയറിൽ വെച്ച് ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8th ബ്രൈറ്റ് ഇൻ മീഡിയം ലൈസ് വെയർ 5th ഡാർക്ക് ഫ്രിഞ്ച് ലൈസ് ഇൻ എയർ എന്നാണ്. ഓക്കെ, അപ്പോൾ എയറിൽ വെച്ച് ചെയ്തപ്പോൾ ഉള്ള ഡാർക്ക് 5th ഡാർക്ക് കിട്ടിയ സ്ഥലത്ത് എന്താണ് മീഡിയത്തിൽ വെച്ച് ചെയ്തപ്പോൾ ഉള്ള 8th ബ്രൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുമില്ല, യങ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, എയറിൽ വെച്ചും ചെയ്യുന്നു, പിന്നെ ഒരു മീഡിയത്തിൽ വെച്ചും ചെയ്യുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8th ബ്രൈറ്റ് ഇൻ മീഡിയം, മീഡിയത്തിൽ വെച്ച് ചെയ്തപ്പോൾ ഉള്ള 8th ബ്രൈറ്റ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് എന്താണ് എയറിൽ വെച്ച് ചെയ്തപ്പോൾ ഉള്ള 5th എന്താണ് ഡാർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയത്തിലുള്ള കാര്യം ആദ്യം പറയാം. മീഡിയത്തിൽ വെച്ച് ബ്രൈറ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്? എത്രാമത്തെ ബ്രൈറ്റ് ആണ്? 8th ബ്രൈറ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്? ആണ്. അപ്പം നമുക്ക് ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. എൻ ലാംഡ ഡി ബൈ ഡി എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പം നമുക്കറിയാമെന്നുള്ള കേസാണ്. ഇതിൽ നമുക്ക് വാല്യൂസ് ഇടാം. എന്നിൻ്റെ വാല്യൂ 8 എന്നാണ്. ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഇൻ മീഡിയമാണ്, ഡി ബൈ ഡി എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയാണ് 8 എഴുതി. ലാംഡ ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, ഡി ബൈ ഡി അതുപോലെ എഴുതി. അവിടെ ഇരിക്കട്ടെ. ഇത് ഇക്വേഷൻ 1, പ്രശ്നമൊന്നുമില്ല. ഇനി എയറിൽ വെച്ചുള്ള കഥ. എയറിൽ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള 5th ഡാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ഡാർക്കിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചത് ഡിസ്റ്റൻസ് ടു ഡാർക്ക് പഠിച്ച ഇക്വേഷൻ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. n + ½ ലാംഡ ഡി ബൈ ഡി എന്നാണ്. അത് n - ½ ലാംഡ ഡി ബൈ ഡി എന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ n - ½ ലാംഡ ഡി ബൈ ഡി എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഇൻ എയർ ആണ്. ഒന്നുകൂടെ നമ്മുടെ ഡാർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എക്സ് ഈസ് ഈക്വൽ ടു n + ½ ലാംഡ ഡി ബൈ ഡി എന്നാണ്. അതിനെ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുക? പ്ലസ് ആയാലും മൈനസ് ആയാലും പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പം n - ½ ലാംഡ ഡി ബൈ ഡി എന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിൻ്റെ ആൻസർ മാറ്റമില്ല. ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. വാല്യൂ ഇട്ടുക 5 - ½ 5 - ½ എത്ര? 4.5 എന്നാണ്. അപ്പോൾ 4.5. ഓക്കെ, 4.5 ബാക്കി ലാംഡ എയർ ഡി ബൈ ഡി എന്നാണ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. രണ്ടിൻ്റെയും LHS സെയിം ആണ്. RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ആൻസർ ചെയ്യാൻ പോകുന്നു. 4.5 ലാംഡ എയർ ഡി ബൈ ഡി ഈക്വൽ ടു 8 ലാംഡ എയർ ഡിവൈഡഡ് ബൈ മ്യൂ ഡി ബൈ ഡി എന്നാണ്. ഇത് രണ്ടും ക്യാൻസലായി, ലാംഡ എയർ ക്യാൻസലായി. ബാക്കി ഞാൻ എഴുതാം. 4.5 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ബൈ മ്യൂ എന്നാണ്. ഇനി അപ്പം മ്യൂ ഈസ് ഈക്വൽ ടു
8 ഡിവൈഡഡ് ബൈ 4.5 എന്നാണ്. ഓക്കെ, അപ്പോൾ 2നേക്കാളും ചെറിയൊരു ആൻസർ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1 സംതിങ് എന്ന് വരും, 1.77 എന്നൊക്കെ വരും, 1.78. കുഴപ്പമില്ലല്ലോ, പ്രയാസമുള്ള ക്വസ്റ്റനല്ല, ഒന്ന് സൂക്ഷിക്കണം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഒരു മീഡിയത്തിൽ വെച്ച് യങ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ബ്രൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ബ്രൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രൈറ്റിൻ്റെ നമ്പർ എത്ര? 8 എന്നാണ്. ഇനി ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണുള്ള ഇക്വേഷൻ n λd/d. ഇവിടെ മീഡിയം ആയതുകൊണ്ട് ലാംഡ എന്ന് പറയുന്നത് ലാംഡ മീഡിയം ഒന്ന് ഞാൻ ഇട്ടു, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. എക്സ് അതുപോലെ എഴുതി, 8 n വാല്യൂ ഇട്ടു. ലാംഡ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ AR ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് d/d അതുപോലെ എഴുതി, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? എയറിലെ കാര്യം. എയറിലുള്ള ഡാർക്ക് ബാൻഡാണ് 5th ഡാർക്ക് ബാൻഡ് എന്ന ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ പഠിക്കും? x = n - ½ λd/d എന്ന് പഠിക്കണം. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എയറിലുള്ള ലാംഡയാണ്. ഇനി n-ൻ്റെ വാല്യൂ 5 എന്ന് കൊടുക്കുമ്പോൾ ഇത് 4.5 λ AR d/d എന്നാവും. ഇക്വേഷൻ 2. 2ൻ്റെ എക്സ് സെയിം ആണ്, LHS സെയിം ആണ്. അപ്പോൾ RHS തമ്മിൽ ഇക്വേറ്റ് ചെയ്തു, വെട്ടാനുള്ളത് വെട്ടിക്കളഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇതിൻ്റെ അന്ന് മ്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആൻസർ എത്ര വന്നു? 1.78. പ്രയാസമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകൂടെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, നമുക്ക് നോക്കാം എന്താണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. തിയറി എക്സാമിനും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യണം. Interference pattern is obtained with 2 coherent light sources of intensity ratio n. നമ്മുടെ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ചെയ്യാൻ വേണ്ടി 2 ലൈറ്റ് സോഴ്സ് ഉണ്ട്. അവരുടെ റേഷ്യോ, അവരുടെ ഇൻറ്റൻസിറ്റികളുടെ റേഷ്യോ n ആണ്. അപ്പോൾ ഞാൻ എഴുതാം. ആദ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി I1-ഉം അടുത്തതിൻ്റെ ഇൻറ്റൻസിറ്റി I2 ആണെങ്കിൽ I1/I2ൻ്റെ ആൻസർ n എന്നെടുത്തു. പ്രയാസമില്ല. ഇനി ഇൻ്റർഫറൻസ് പാറ്റേണിൽ Imax - Imin ബൈ Imax + Imin എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് Imax? Imax എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുക നിങ്ങൾ? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ല, ഇൻറ്റൻസിറ്റി പ്രപ്പോർഷൻ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ Imax കാണാൻ A1 + A2 ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ ആഡ് ചെയ്തു, ഹോൾ സ്ക്വയർ ആണല്ലോ. ഇനി ആംപ്ലിറ്റ്യൂഡിന് എങ്ങനെ എഴുതും? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്, അല്ലേ? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതിന് പകരം എന്തെഴുതും? റൂട്ട് ഓഫ് ഇൻറ്റൻസിറ്റി എന്നെഴുതണം. അപ്പോൾ = √I1 എന്നെഴുതണം. അടുത്തതിന് പകരം √I2 എന്നെഴുതണം, ദ ഹോൾ സ്ക്വയർ. അപ്പോൾ Imaxൻ്റെ ആൻസറായി. ഇനി ഇതേപോലെ Imin-ൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. Imin എങ്ങനെ കാണുന്നത്? 3 സ്റ്റെപ്പ് ഉണ്ട്, സൂക്ഷിച്ചിരിക്കണം. എന്താണ്? മിനിമം ഇൻറ്റൻസിറ്റി കാണാൻ A1 - ഇൻറ്റൻസിറ്റി പ്രപ്പോർഷൻ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഇനി A1-ൻ്റെ പ്ലേസിൽ √I1 എന്നെഴുതി, അടുത്തതിൻ്റെ പ്ലേസിൽ √I2 എന്ന് എഴുതി, ദ ഹോൾ പ്ലസ് അല്ല അവിടെ മൈനസ് A2 ഹോൾ സ്ക്വയർ. ഇതുവരെ പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് Imax-നെ Imin കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Imax/Imin ഞാനൊന്ന് കണ്ടുപിടിച്ചു, ശ്രദ്ധിക്കണം. അപ്പോൾ ആൻസർ എത്ര വരുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ Imax/Imin എഴുതുകയാണ് √I1 + √I2 ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ ലാസ്റ്റ് ഇടാം, ബൈ √I1 - √I2 ഹോൾ സ്ക്വയർ. അപ്പോൾ മൊത്തത്തിൽ ഒരു സ്ക്വയർ ഇട്ടു. പ്രശ്നമുണ്ടോ? ഇനി എല്ലാ ടേമിനെയും ഞാൻ I2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു റൂട്ടിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യത്തെ പറയും I1/I2 കണ്ടോ? ഓക്കെ, പ്ലസ് √I2/I2 കണ്ടോ? I2/I2. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ അത് തന്നെ √I1/I2 മൈനസ് √I2/I2. ഓക്കെ, ദ ഹോൾ സ്ക്വയർ എന്നാണ്. പ്രയാസം ഒന്നുമില്ല. = പറഞ്ഞോളൂ. ആദ്യത്തെ ആൻസർ √I1 + I2ൻ്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. √I1 + I2 എത്രയാ? I1/I2 എത്രയാ? n. അപ്പോൾ n പ്ലസ് അടുത്തത് 1 ആയില്ലേ? √I2 + I2/I2 1 ഡിവൈഡഡ് ബൈ താഴെ അത് തന്നെ √n - 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ Imax ഡിവൈഡഡ് ബൈ
ഐ മിന്നിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് നോക്കൂ. പ്രയാസം ഒന്നും വേണ്ട, ടെൻഷൻ ഒന്നും വേണ്ട. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഐ മാക്സ് മൈനസ് ഐ മിൻ ബൈ ഐ മാക്സ് പ്ലസ് ഐ മിൻ ആണ് കണ്ടുപിടിക്കാൻ. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. കണ്ടുപിടിച്ച് നോക്കാം. ഇതിൽ മൊത്തത്തിനെ ഞാൻ ഐ മിൻ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഐ മാക്സ് ബൈ ഐ മിൻ മൈനസ് ഐ മിൻ ബൈ ഐ മിൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇതുപോലെ തന്നെ ചെയ്യുക. ഐ മിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഐ മാക്സ് ബൈ ഐ മിൻ പ്ലസ് ഐ മിൻ ബൈ ഐ മിൻ. ഓക്കെ, പ്രയാസമൊന്നുമില്ല. നമുക്കിതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. ഈ റൗണ്ട് ചെയ്യുന്ന സാധനം എത്ര? 1 ആണ്. ഇത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ആൻസർ എത്ര വരുമെന്ന് പറയണം. ഇസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ നോക്കുക, ഐ മാക്സ് ബൈ ഐ മിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. റൂട്ട് ഓഫ് n പ്ലസ് 1 ബൈ റൂട്ട് ഓഫ് n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ്. മൈനസ് അടുത്തത് 1 ഡിവൈഡഡ് ബൈ അടുത്തതും ഇതുപോലെ റൂട്ട് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നാണ്. ഓക്കെ, വീണ്ടും ഞാൻ എഴുതുകയാണ്. ഇതിൽ LCM എത്ര വരും? ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക. പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ n പ്ലസ് 2 റൂട്ട് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് n മൈനസ് 1ൻ്റെ സ്ക്വയർ മൈനസ് അടുത്തത് റൂട്ട് n മൈനസ് 1 വരൂലേ, ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെയും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നു. താഴെ എക്സ്പാൻഡ് ചെയ്യുക. n പ്ലസ് 2 റൂട്ട് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1 എഴുതി, അതിൻ്റെ സ്ക്വയർ. ഇനി പ്ലസ് 1 എന്നുള്ളത് റൂട്ട് ഓഫ് n മൈനസ് 1 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ നമുക്കിതാണ് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ഈ അണ്ടർലൈൻ ഇതുവരെ വരും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ അത് തന്നെ അണ്ടർലൈൻ ഇങ്ങ് വരെ വരും. ഓക്കെ, ഇനി ബാക്കി ഞാൻ ചെയ്യാം. സീക്വൽ ടു n പ്ലസ് 2 റൂട്ട് n പ്ലസ് 1 മൈനസ് ഓഫ് അതല്ല ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പോൾ എന്ത് വരും? മൈനസ് n സ്ക്വയർ പ്ലസ് 2 റൂട്ട് n. ഓക്കെ, പ്ലസ് 1 അത് മൈനസ് ഉണ്ടാവും. മൈനസ് 1 ഇൻറ്റു ചെയ്യുമ്പോൾ ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ n പ്ലസ് 2 റൂട്ട് n പ്ലസ് 1 പ്ലസ് അടുത്തത് n, ഇവിടെ n സ്ക്വയർ അല്ല n ആണ് കേട്ടോ. n മൈനസ് 2 റൂട്ട് n പ്ലസ് 1 എന്നാണ്. ഇനി ഇതിൽ വെട്ടാനുള്ളതൊക്കെ വെട്ടുന്നു ഞാൻ. എന്നും പ്ലസ് എന്നും മൈനസ് എന്നും വെട്ടുന്നു, പ്ലസ് 1 മൈനസ് 1 വെട്ടുന്നു. താഴെയും അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും ക്യാൻസലായി പോവും. ബാക്കി ഞാൻ എഴുതാം. 4 റൂട്ട് n ഡിവൈഡഡ് ബൈ 2 ടൈംസ് n പ്ലസ് 1 എന്ന് വരും. ഓക്കെ, പ്രയാസപ്പെടാനില്ല. അപ്പോൾ 2 റൂട്ട് n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്റ്റെപ്പ് ഇതിനകത്ത് എഴുതണമായിരുന്നു. എന്നാൽ ഇത് നമുക്ക് സാധാരണ തിയറിയിലും വരുന്നൊരു ക്വസ്റ്റനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും ഒന്നുകൂടെ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ക്വസ്റ്റനകത്ത് I1 ബൈ I2 n എന്ന് പറയുന്നുണ്ട്. ഇനി ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ്. I മാക്സ് എങ്ങനെ കാണും? ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ ആഡ് ചെയ്യുക, സ്ക്വയർ ഇടുക.
ഇനി ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കാണുക? റൂട്ട് ഓഫ് ഇൻറ്റൻസിറ്റി. അപ്പോൾ A1 പകരം റൂട്ട് ഓഫ് I1, ഇതിന് പകരം റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ. ഇവിടെ A1 മൈനസ് A2 ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ. ഇനി Imaxന് Imin കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ആൻസർ ഇത് ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ, ഇനി എല്ലാ ടേമിനെയും I2 കൊണ്ട് റൂട്ടിൻ്റെ അകത്ത് ഡിവൈഡ് ചെയ്ത്, ഇത് പ്രയാസമില്ല. അപ്പോൾ ആദ്യത്തത് റൂട്ട് ഓഫ് I1 പ്ലസ് I1 ബൈ I2. I1 ബൈ I2വിന് പകരം നമ്മൾ എന്തിട്ടു? n എന്നിട്ടു. n പ്ലസ് ഇത് 1 ആണ് ബൈ ആ താഴെ അതുപോലെ തന്നെ ഇത് n, ഇത് 1. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കിട്ടി. ഇനി Imax ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ടേമിനെ Imin കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എവിടെ? മേലും താഴെ എല്ലാം. ഇനി ഇതെന്ന് പറയുന്ന 1, ഇതെന്ന് പറയുന്ന 1. അപ്പോൾ ആ വാല്യൂ ഇട്ടു. Imax ബൈ Imiൻ്റെ ആൻസർ ഇതാണ് ഇത്. അപ്പോൾ ഇതിട്ടു സ്ക്വയർ മൈനസ് 1, ഇത് സ്ക്വയർ പ്ലസ് 1. ഇനി LCM കാണുന്നു. n മൈനസ് റൂട്ട് ഓഫ് n മൈനസ് 1 സ്ക്വയർ എന്നാണ് LCM. പിന്നെ ഇത് സ്ക്വയർ മൈനസ് ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുന്ന സ്റ്റെപ്പ് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ അടിയിലുള്ളത് സ്ക്വയർ ഇട്ടു. ഇനി അതേപോലെ ഇവിടെ ചെയ്യണം. എന്താണ്? റൂട്ട് ഓഫ് n മൈനസ് 1ൻ്റെ സ്ക്വയർ ആണ് വരുന്നത്, എഴുതി. ഇനി ഇതതുപോലെ എഴുതി, പിന്നെ പ്ലസ് ഇത് അവിടെ വരും. ഓക്കെ, ഇനി റെഡിയാക്കുക. ഇതും ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി മിണ്ടാതിരുന്നത്. ബാക്കി മേളിലുള്ളത് എക്സ്പാൻഡ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, ഇവിടെ ഉള്ളത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇത് വെട്ടാനുള്ളതൊക്കെ വെട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 റൂട്ട് n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന് വരും. ഇത് നന്നായിട്ട് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. മനസ്സിലായില്ലേ? ഇത് തിയറി എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. ഓക്കെ അല്ലേ? പേടിച്ചെങ്കിലേ? പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻറ്റൻസിറ്റി അറ്റ് യങ്സ് എക്സ്പെരിമെൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻറ്റൻസിറ്റി അറ്റ് യങ്സ് എക്സ്പെരിമെൻറ്റ് ഈസ് I0. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 slits ഈസ് 5 lambda. ഇനി വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ് ഇഫ് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 10D. യങ്സ് എക്സ്പെരിമെൻ്റ് ആണ്, പേടിക്കരുത്. യങ്സ് എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ സ്ലിറ്റ് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി I0 എന്നാണ് പറയുന്നത്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 slits 5 lambda എന്നെടുക്കാനാണ്. അപ്പം ഞാനത് എഴുതാം. അപ്പം നമുക്ക് എഴുതേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എഴുതുകയാണ്. തന്നിരിക്കുന്നത് ഇൻറ്റൻസിറ്റി അറ്റ് മാക്സിമം, Imaxൻ്റെ ആൻസർ അവർ തന്നിരിക്കുന്നു. എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? I0 എന്നാണ് തന്നിരിക്കുന്നത്. പ്രയാസമില്ല, ഇത് ഗിവൺ ആണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഡിയുടെ വാല്യൂ 5 lambda എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 10D ഉള്ള സ്ഥലത്ത് വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി? അവിടെ ഉള്ള ഇൻറ്റൻസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്ലിറ്റ് 1, ഇത് സ്ലിറ്റ് 2, ഇത് സ്ക്രീനിലെ O എന്ന് പറയുന്ന പോയിൻ്റ്. ഏതെങ്കിലും ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള പോയിൻ്റ് ഈ M എന്ന് പറയുന്ന പോയിൻ്റാണ്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് എ ഇൻറ്റൻസിറ്റി ഓൺ ഈ ഡിസ്റ്റൻസ് D/2 അല്ലേ? കാരണം ഈ ഡിസ്റ്റൻസ് D അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് D/2 ഉള്ള കേസിൽ എക്സിൻ്റെ വാല്യൂ D/2 ഉള്ള കേസിൽ ഇൻറ്റൻസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ചെറിയൊരു പ്രയാസമുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ Imaxൻ്റെ ആൻസർ I0 എന്നുള്ളതിനകത്ത് സംശയമില്ലല്ലോ. ഇനി സ്മോൾ ഡിയുടെ ആൻസർ 5 lambda എന്ന് പറയുന്നത് സംശയമില്ലല്ലോ. ഡിസ്റ്റൻസ് ടു ദ സ്ക്രീൻ 10D എന്ന് പറയുന്നതിനകത്തും ആർക്കും ഡൗട്ടില്ല. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന യങ്സ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണിത്. ഇതിൽ ഒരു രണ്ട് സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. ഇനി ഈ പോയിൻ്റാണ് O. ഇൻറ്റൻസിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് 1 സ്ലിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള പോയിൻ്റാണ് M. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എത്ര എന്നാണ് ചോദ്യം. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് D/2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ ആൻസർ D/2 എന്നാണ്. അവിടുത്തെ ഇൻറ്റൻസിറ്റി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം പതുക്കെ. ഇത് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാത്ത് ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ പറയും. പാത്ത് ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. XD/D ആണ്. ഇതിൽ വാല്യൂ പറക്കിയിട്ട് കൊടുക്കുക. എക്സിൻ്റെ ആൻസർ D/2 എന്നാണ്. സ്മോൾ ഡിയുടെ ആൻസർ 5 lambda എന്നാണ്.
ഡിവൈഡഡ് ബൈ ഡിയുടെ ആൻസർ 10D എന്നാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ആൻസർ ഇതാ നമുക്ക് വരുന്നു 5ഉം 10ഉം കൂടെ വെട്ടുമ്പോഴത്തേക്ക് 2, അപ്പോൾ λ/4 എന്നാണ്. അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ λ/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്ര വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ ആയിരിക്കുമ്പോഴത്തേക്ക് 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം λ/4 ആയിരിക്കുമ്പോൾ എത്ര വരും? 360/4 ഇപ്പോൾ എത്ര? 90 ഡിഗ്രി എന്ന് വരും. ഇതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. ഇതാണ് ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസിൻ്റെ ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട്. ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ പ്രശ്നമില്ല എന്ന് വിചാരിക്കും. ഇനി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറയണം. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു I1 + I2 + 2√I1 I2 cos phi എന്നല്ലേ. ഇതിൽ വാല്യൂ നമുക്ക് ഇടാം. അപ്പോൾ ആൻസർ എത്ര വരും? അപ്പോൾ ആൻസർ എത്ര വരുന്നത്? അപ്പോൾ ആൻസർ വരുന്നത് ആദ്യത്തെ കേസിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള കേസാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. I മാക്സിമം വരണം. ഫോർ I to be മാക്സിമം. I എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. I മാക്സിമം ആയിരിക്കണമെങ്കിൽ ഈ ഫൈയുടെ വാല്യൂ എത്ര വരണം? ഫൈയുടെ വാല്യൂ 0 വരണം. അപ്പോൾ I മാക്സിൻ്റെ ആൻസർ എത്ര വരും? I മാക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് I1ഉം I2 ഒക്കെ നമുക്ക് I എന്നങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ I + 2√II എന്നെടുക്കാം ഇൻറ്റു cos 0 എന്ന് വരില്ലേ. അപ്പോൾ ആൻസർ എത്ര വരും? I + 2I, അപ്പോൾ 4I എന്ന് വരില്ലേ. ഇതാണ് മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ആൻസർ. ഈ മാക്സിമം ഇൻറ്റൻസിറ്റി I0 ഒന്ന് ഗിവൺ ആണ്. അപ്പം നമുക്ക് എഴുതാം I0 ആണ് 4I. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് I കിട്ടി. ഐയുടെ ആൻസർ എത്ര വരും? I എന്ന് പറയുന്നത് I0/4 എന്നാണ്. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കേസിൽ റിക്വയർഡ് ഇൻറ്റൻസിറ്റി I', റിക്വയർഡ് ഇൻറ്റൻസിറ്റി ആണല്ലോ നമ്മുടെ I'. അപ്പോൾ റിക്വയർഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ കാണും? I' കാണാൻ നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. I1 + I2 + 2√I1 I2 cos phi എന്നാണ് അല്ലേ. ഇതിൽ വാല്യൂ പറക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ ഇവിടെ I1 I2 I എന്നാണ് നമ്മൾ എടുത്തത്. I + 2√II cos 90 അല്ലേ. cos 90 എത്ര? 0. ആൻസർ 2I എന്ന് വരും. ഓക്കെ, 2I എന്ന് വരും. ഐയുടെ വാല്യൂ എത്രയാ? ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. I0/4 എന്നാണ്. I0/4 എന്നാണ്. ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട്. I0/2 എന്നാണ്. ചെറുതായിട്ടൊന്ന് പേടിച്ചല്ലേ. സ്റ്റെപ്പ് കൂടിയ ഒരു പ്രോബ്ലമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ തിയറി എക്സാമിൽ പോലും കയറി ചോദിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് എൻട്രൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഞാൻ ഒന്നും കൂടെ ഇത് ഫുള്ളായിട്ടും പറയാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് I മാക്സിൻ്റെ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ ആൻസർ പറയുന്നുണ്ട്. ഇനി ഡിയുടെ വാല്യൂ അറിയാം. ക്യാപിറ്റൽ ഡിയുടെ ആൻസർ അറിയാം. ഇനി സ്ക്രീനിൽ നിന്ന് Oയിൽ നിന്ന് D/2 ഡിസ്റ്റൻസിലുള്ള പോയിൻ്റുള്ള ഇൻറ്റൻസിറ്റി എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ എക്സിൻ്റെ ആൻസർ D/2 ആണ്. പാത്ത് ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇതിൽ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് λ/4 എന്ന് വരും. അപ്പോൾ ലാംഡ 360, ലാംഡയാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ 360 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ λ/4 ആണെങ്കിൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് റിക്വയർഡ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ഉള്ള സ്ഥലത്തുള്ള ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടത്. അതിന് മുമ്പ് നമുക്ക് പഴയ കാര്യം നോക്കാം. ഇൻറ്റൻസിറ്റി ആണല്ലോ ഇക്വേഷൻ. ഇതാണ് മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരുന്നല്ലോ ആദ്യം. അപ്പോൾ ഈ ഫൈയുടെ വാല്യൂ 0 വരണം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ I മാക്സ് ഈസ് ഈക്വൽ ടു, ഇത് എഴുതി cos 0 എന്ന് ഇട്ടു. അപ്പോൾ ഇത് 4I എന്ന് കിട്ടി. ഈ I മാക്സിൻ്റെ ആൻസർ I0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് 4I. അപ്പോൾ I അതിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ റിക്വയർഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചു. ഇതിനകത്ത് I1 I2 ഒക്കെ I കൊടുത്തു. ഇനി 5ക്ക് വരെ 90 എന്ന് കൊടുത്തു. അപ്പോൾ 2I എന്ന് വന്നു. ഐയുടെ വാല്യൂ പഴയത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. I0/4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ I0/2 എന്ന് കിട്ടി. റിക്വയർഡ് ഇൻറ്റൻസിറ്റി കിട്ടിയില്ലേ. അപ്പോൾ പ്രയാസപ്പെടാനൊന്നുമില്ല. നമുക്ക്
ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഓപ്ഷൻ? ഏതാ? ബി ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. I0/2 എന്നാണ്. ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി എനിക്കറിയാം, വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് എഴുതിയൊക്കെ പഠിച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫ്രാക്ഷൻ ഈസ് കോമൺ ഇൻ സൗണ്ട് ബട്ട് നോട്ട് ഇൻ കോമൺ ഇൻ ലൈറ്റ് എന്നാണ്. ഡിഫ്രാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? സൗണ്ട് വേവ് വലിയ വേവാണ്. അപ്പോൾ ഒബ്സ്റ്റക്കിളിനെയൊക്കെ സിമ്പിളായിട്ട് ചാടിപ്പോവും. അപ്പോൾ അത് ബെൻഡ് ചെയ്യും. ആ ബെൻഡിങ്ങിനാണല്ലോ നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ സൗണ്ടിൻ്റെ കേസിൽ കോമൺ ആണ്. പക്ഷേ ലൈറ്റിൻ്റെ കേസിൽ അത്ര കോമൺ അല്ല. ഇനി കാരണം ലൈറ്റിൻ്റെ വേവ് ലെന്ത് ചെറുത്. ഇനി റീസൺ വേവ് ലെന്ത് ഓഫ് ലൈറ്റ് മോറാണെന്ന്. അത് തെറ്റാണല്ലോ. അപ്പോൾ അസർഷൻ കറക്റ്റാണ്, റീസൺ കൊടുത്തിരിക്കുന്നത് റോങ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസറായിട്ട് വരിക? അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ് വരുന്നത്? അസർഷൻ ട്രൂ ആണ്, റീസൺ കൊടുത്തിരിക്കുന്നത് ഫാൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ്? വായിച്ചു. ഇൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് എ. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അവിടുത്തെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എ ആണ്. ഫസ്റ്റ് മിനിമം 30 ഡിഗ്രിയിലാണ്. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള മിനിമത്തിൻ്റെ കേസിൽ തീറ്റ എത്ര? 30 ഡിഗ്രിയാണ്. ഉപയോഗിച്ച ലൈറ്റിൻ്റെ വേവ് ലെന്ത് 5000 ആങ്സ്ട്രോം ആണ്. ഇത് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എത്ര ആംഗിളിൽ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ആരും പേടിക്കരുത്, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എഴുതാം. തീറ്റയുടെ ആൻസർ എത്രയാണ്? തീറ്റയുടെ ആൻസർ 30 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളിവിടെ പഠിച്ചൊരു കാര്യമുണ്ട്. പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ നമ്മൾ എ തീറ്റ എന്നാണ് എടുത്തത്. അത് ആക്ച്വലി എ സൈൻ തീറ്റ എന്നാണ് വന്നിരുന്നത്. അത് തീറ്റ ചെറുത്, അപ്പോൾ എ തീറ്റ നമ്മൾ എടുത്തതാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ചോയ്സിലെല്ലാം സൈൻ ഇൻവേഴ്സിൻ്റെ രീതിയിലാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പാത്ത് ഡിഫറൻസ് നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക എന്താണ് പാത്ത് ഡിഫറൻസ് എന്ന് പറ. പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ക്വസ്റ്റിനകത്ത് നോക്കിയോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് എ, ഫസ്റ്റ് മിനിമം അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി, ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 5000 ആങ്സ്ട്രോം, പിന്നെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം അറ്റ് ആൻ ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. സൈൻ തീറ്റ അപ്പോൾ എത്ര വരും ഇവിടെ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 30 എന്നല്ലേ? അപ്പോൾ സൈൻ 30 അപ്പോൾ ഹാഫ് അല്ലേ? ഇനി എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിച്ചത് എ തീറ്റ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ എ തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എ തീറ്റയ്ക്ക് പകരം നമ്മൾ എ സൈൻ തീറ്റ എന്നാണ് എടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് എ സൈൻ തീറ്റ ഇതാണ് പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസിൽ ഇപ്പോൾ എ ഇൻറ്റു സൈൻ 30 എത്ര? 1/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡാർക്കാണെങ്കിൽ തീറ്റയുടെ വാല്യൂ λ/a എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ സൈൻ തീറ്റ എന്നല്ല നമ്മൾ എടുക്കേണ്ടത്, സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു λ/a എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ 1/2, അപ്പോൾ 1/2 ഈക്വൽ ടു λ/a എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എ കിട്ടും. എ ഈസ് ഈക്വൽ ടു 2λ എന്ന് കിട്ടും. പ്രയാസമൊന്നുമില്ല. ഇനി വീണ്ടും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവണ്ട, പേടിക്കുകയും വേണ്ട, ഞാൻ ഒന്നുകൂടെ പറയും. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ്? രണ്ടാമത്തെ കേസിൽ എ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ആണ്. അപ്പോൾ എ സൈൻ തീറ്റ ഡാഷ് എന്ന് വിളിക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് എ സൈൻ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു 1.5 ലാംഡ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? 1.5 ലാംഡ എന്നാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് മാക്സിമത്തിന്. അപ്പോൾ എയുടെ വാല്യൂ 2λ. അപ്പോൾ 2λ സൈൻ തീറ്റ ഡാഷ് ഈക്വൽ ടു 3/2λ. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ലാംഡ ക്യാൻസൽ ചെയ്തു. ബാക്കി സൈൻ തീറ്റ ഡാഷ് ഈക്വൽ ടു 3/4 എന്നാണ്. അപ്പോൾ തീറ്റ ഡാഷ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/4 എന്നാണ്. ഇതൊരു പേടി ആർക്കും വേണ്ട. ഞാൻ പറയാം, ഒന്നും കൂടെ ഞാൻ പറയാം എന്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു ടെൻഷൻ വേണ്ട. എന്താണ്
നമ്മൾ പഠിച്ചത് ഇതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം, ഇതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. ഓക്കെ, വീണ്ടും ഞാൻ കാര്യം പറയാം. നമ്മുടെ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് മിനിമം എന്ന് പറഞ്ഞാൽ ഡാർക്കാണല്ലോ. ഡാർക്കിൻ്റെ കണ്ടീഷൻ എന്താ? എ തീറ്റ ഈക്വൽ ടു ലാംഡ എന്നല്ലേ? ഓക്കെ, നമ്മുടെ ഇവിടെ ഒറിജിനൽ എടുക്കണം. അപ്പോൾ എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ എന്നെടുത്തതിനകത്ത് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ എന്നല്ലേ? അതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ. നമ്മൾ തീറ്റ എന്ന് നേരത്തെ എടുത്തത് ഇവിടെ സൈൻ തീറ്റ എന്ന് ഒറിജിനലായിട്ട് എടുത്തു. ഇനി ഇതിൽ സൈൻ എത്രയാണ്? സൈൻ തീറ്റയുടെ വാല്യൂ ഇവിടെ 30 എന്നാണ്. അപ്പോൾ സൈൻ 30 ഈക്വൽ ടു ലാംഡ ബൈ എ. സൈൻ 30 എത്ര? 1/2 ഈക്വൽ ടു ലാംഡ ബൈ എ. കണ്ടോ? ഇനി ഇതിൽ നിന്ന് എ കണ്ടുപിടിച്ചു, പ്രശ്നമില്ല, ഇതുവരെ ഓക്കെ ആണ്. ഇനി സെക്കൻഡ് കേസിൽ ബ്രൈറ്റ് ഉണ്ടായ കണ്ടീഷനാണ് പറഞ്ഞത്. പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ 1.5 ലാംഡ ആയിരിക്കണം എന്നല്ലേ പഠിച്ചേ? അപ്പോൾ ഇതിൽ എക്ക് പകരമുള്ള വാല്യൂ ഇട്ടു 2 ലാംഡ. ഓക്കെ, ഇനി സൈൻ തീറ്റ ഡാഷ് ഈക്വൽ ടു 3/2 ലാംഡ എന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ നോക്കൂ, എക്ക് പകരം 2 ലാംഡ ഇട്ടു, സൈൻ തീറ്റ ഡാഷ് ഇട്ടു, 3/2 ഇട്ടു, ലാംഡ ഇട്ടു. ലാംഡ ക്യാൻസൽ ചെയ്തു, സൈൻ തീറ്റ ഡാഷ് കണ്ടുപിടിച്ചു, അപ്പോൾ തീറ്റ ഡാഷ് കണ്ടുപിടിച്ചു. പ്രയാസമുണ്ടോ? എളുപ്പമല്ലേ? അപ്പം നല്ല ക്വസ്റ്റ്യനാണ്, നല്ല എളുപ്പമല്ലേ? സൂക്ഷിക്കുക. ഇത് ഈ ചോയ്സ് നോക്കിയപ്പോഴാണ് എനിക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഒബ്റ്റൈൻഡ് യൂസിങ് റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ് ഉപയോഗിച്ച് ഡിഫ്രാക്ഷൻ നടത്തി. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വയലറ്റ്? ആംഗുലാർ വിഡ്ത്ത് കാണാൻ ഇക്വേഷൻ പറ. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ലാംഡ ബൈ എ. ഫസ്റ്റ് ഡാർക്ക് ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ ആണ്. ഇനി തിക്നെസ് ഓഫ് സെൻട്രൽ ബാൻഡിൻ്റെ തിക്നെസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. 2 ലാംഡ ബൈ എ എന്നാണ്, നമുക്കറിയാം അല്ലേ? ഇതാണ് തിക്നെസ് ഓഫ് സെൻട്രൽ ബാൻഡ്. ഇനി നിങ്ങളിതിൻ്റെ നോക്കിയാൽ മതി. ഇവിടെ ആദ്യം ഉപയോഗിച്ച റെഡാണ്, അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. ഇനി പിന്നെ വയലറ്റ് ആക്കി, അപ്പോൾ എന്ത് കുറച്ചു? ലാംഡ കുറച്ചു. ലാംഡ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ലാംഡ ഡിക്രീസ് ചെയ്താൽ തിക്നെസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ തിക്നെസ് ഓഫ് ബാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ബാൻഡ്സ് വിൽ ബിക്കം നാരോ. അപ്പോൾ അതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് അതിൻ്റെ ആൻസർ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് ഡാർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ലാംഡ ബൈ എ ആണ്. തിക്നെസ് ഓഫ് സെൻട്രൽ ബാൻഡ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ലാംഡ ബൈ എ ആണ്. ഇതിൽ ലാംഡ കുറയുകയാണ് ഈ ക്വസ്റ്റിനകത്ത് ചെയ്യുന്നത്. ലാംഡ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തിക്നെസ് കുറയും. തിക്നെസ് കുറഞ്ഞു, അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. എ പാരലൽ ബീം ഓഫ് ഫാസ്റ്റ് മൂവ്. നല്ല ക്വസ്റ്റനാണ്. ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ നാരോ സ്ലിറ്റ്. ഒരു നാരോ സ്ലിറ്റിൽ എന്താണ് വന്നത്? പാരലൽ ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് വന്ന് വീണിരിക്കുന്നത്. ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ഈസ് അറേഞ്ച്ഡ് അറ്റ് ലാർജ് ഡിസ്റ്റൻസ്. സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്താൽ ഇതിനകത്ത് ഏത് സംഭവിക്കും? നമുക്കറിയാമെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ഡി ബ്രോയ് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ പറയും. h/mv എന്നല്ലേ? ഇനി സ്പീഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? സ്പീഡ് കൂടിയാൽ v കൂടിയാൽ എന്ത് സംഭവിക്കും? v കൂടിയാൽ ലാംഡ എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? ഇനി എന്താണ് ക്വസ്റ്റ്യൻ? നേരെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എന്ത് സംഭവിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് എന്നാണ്. നിങ്ങൾ തന്നെ ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബാൻഡ് പറ. തിക്നെസ് ഓഫ് സെൻട്രൽ ബാൻഡ് എങ്ങനെ കാണും? സെൻട്രൽ ബാൻഡിൻ്റെ തിക്നെസ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, 2 ലാംഡ ബൈ എ അല്ലേ? ഇവിടെ ലാംഡ എന്ത് ചെയ്യാതെ കുറയുകയാണ് ഇത്. ലാംഡ കുറയുമ്പോഴത്തേക്ക് തിക്നെസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ തിക്നെസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇത് തിക്നെസ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ തിക്നെസ് ആണ്, കുറയും. അപ്പോൾ ആംഗുലാർ തിക്നെസ് കുറയും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ? ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബാൻഡ് വിൽ ഡിക്രീസ്. ഇതാണ് ആൻസർ. ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് ഡി ബ്രോയ് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഇവിടെ v എന്ത് ചെയ്യാണ്? കൂടുന്നു എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. v കൂടുമ്പോൾ ലാംഡ എന്ത് ചെയ്യും? കുറയും.
ഇനി ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബാൻഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിൽ ലാംഡ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാംഡ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആംഗുലാർ വിഡ്ത്ത് കുറയും. ആംഗുലാർ വിഡ്ത്ത് കുറയും. അപ്പോൾ ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബാൻഡ് വിൽ ഡിക്രീസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം ചെയ്ത് നല്ല എക്സ്പെർട്ട് ആവണം. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് സ്മാർട്ട് ആവണം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തുകൂടെ? എഴുതി പഠിക്കുകയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.